നേരത്തെ പറഞ്ഞ ചില മാധ്യമങ്ങളുടെ ഇടപെടലും ചില നീക്കങ്ങളുമൊക്കെ കണ്ടതിനിടയിൽ കണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ പണ്ട് കുമ്മനടി എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു, ആക്ഷേപിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ അനൂപടി എന്ന് പറഞ്ഞിട്ട് ചിലരൊക്കെ ഈ കളിയാക്കലുകളെയൊക്കെ എങ്ങനെ നേരിടുന്നുണ്ട്? ഞാൻ എന്താ പറയുക, ഇപ്പം നല്ലൊരു ചോദ്യമാണ്. എവിടെയോ വായിച്ചതാണ്, പണ്ട് എവിടെയോ വായിച്ചതാണ്. താൻ ആരാണെന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ പരിഹാസങ്ങളെല്ലാം പ്രചോദനമാകും എന്ന് ഒരു ചൊല്ലി ഞാൻ എവിടെയോ വായിച്ചതാണ്. ഞാൻ ഇതിനെയൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കാരണം ഈ വിഷയത്തിൽ ഇടപെട്ടത് ആരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇവരുടെ ആരുടെയെങ്കിലും കാരണം കൊണ്ടാണ് ബെയിൽ കിട്ടിയത് എന്ന് ജനങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല, സഭയ്ക്ക് സംശയമില്ല, സിസ്റ്റർമാർക്ക് സംശയമില്ല. ഞാൻ അവിടുന്ന് ഇപ്പം ഉദാഹരണത്തിന് സിസ്റ്റർമാർ കോൺവെൻറ്റിലെത്തി, കോൺവെൻറ്റിൽ നിന്ന് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ലഡു കൊടുക്കുന്നു, ഷോൾ ഇടുന്നു, ഞങ്ങളെല്ലാം മാറിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ വ്യക്തി ഞാനാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചായ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏറ്റവും ഒടുവിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് സിസ്റ്റർമാർ പറഞ്ഞത്, നിന്നെ എപ്പോഴും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കും. കാരണം എനിക്കത് മതി, ഇവരെത്ര വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ. ജനങ്ങളുടെ സ്നേഹം അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിലുണ്ട്. കാരണം ഇതിനകത്ത് മറ്റുള്ളവർക്ക് എന്ത് റോളാണെന്ന് അവർക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ? ഇതിൽ എന്ത് റോളാണ് ഈ പറയുന്ന പാർട്ടികൾ എന്തെങ്കിലും എടുത്തത്? ഈ വിഷയം കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാനും ഈ നമ്മുടെ സിസ്റ്റർമാരെ കൂടുതൽ ദിവസം ജയിലിൽ കിടത്താനും വേണ്ടിയിട്ടുള്ള ശ്രമമല്ലാതെ എന്ത് റോളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അപ്പം അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ബ്രിക് ബാറ്റ്സും പരിഹാസങ്ങളും ഒന്നും അത്ര ഗൗരവത്തിലെടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം ഞാൻ വന്നത് എന്താ പറയുക, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് വളരെ അവിചാരിതമായിട്ടാണ്. എൻ്റെ എൻജിനീയറിംഗൊക്കെ ശേഷം ഞാൻ സംഘടനാ പ്രവർത്തനത്തിൽ വന്നു. ഒരു 20 വർഷത്തെ സംഘടനാ പ്രവർത്തനമുണ്ട്. ആ ഒരു 20 വർഷത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ വളരെ അടുത്തു നിന്നും ദൂരെ നിന്നും കണ്ട വ്യക്തിയാണ്. അത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പോലും. ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ നക്സലിസത്തിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ശ്രീ അജിത് ദുവാൾജി വിടുമ്പോൾ ഞാൻ നക്സലേറ്റുകളുടെ ഇടയിൽ തന്നെ താമസിച്ച ഒരു ഭയവുമില്ലാതെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. നോർത്ത് ഈസ്റ്റുകൾ UPA ഭരണകാലത്ത് NSCA-നും നിരവധി തീവ്രവാദ സംഘടനകളും കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റിൽ പോയി വിവേകാനന്ദ കേന്ദ്രത്തിന് വേണ്ടിയിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ഒന്നും ഞങ്ങളാരും ഭയക്കുകയോ അല്ലെങ്കിൽ ഇതിലൊന്നും ടെൻഷൻ അടിക്കുകയോ ചെയ്യുന്ന വ്യക്തികളൊന്നും അല്ല.